നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. അകത്ത് പ്രസംഗം, പുറത്ത് പ്രതിഷേധം. പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടെ 13ാം നിയമസഭയുടെ അവസാന ബഡ്ജറ്റ് സമ്മേളനത്തിന് നയപ്രഖ്യാപനത്തോടെ തുടക്കം. കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ സുവർണകാലമെന്ന് ഗവർണറുടെ പ്രസംഗം. ബഹളത്തോടെ ഇറങ്ങിപ്പോയ പ്രതിപക്ഷം സഭയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം. സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ വ്യവസായ വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന് 12.3%. IT രംഗത്ത് ഈ വർഷം കേരളത്തിന്റെ നേട്ടം 18,000 കോടി. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം എന്ന അഭിമാനവും കേരളത്തിന് സ്വന്തം. റബ്ബർ കർഷകരെ സഹായിക്കാൻ വൈവിധ്യവൽക്കരണം നടത്തുമെന്നും കൈത്തറിക്കായി കണ്ണൂരിൽ പരിശീലന കേന്ദ്രം തുടങ്ങുമെന്നും പ്രഖ്യാപനം. കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം ജൂണിൽ പൂർത്തിയാക്കും. എല്ലാ ജില്ലകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റ് തുറക്കാനും ലക്ഷ്യം. അഴിമതിയിൽ നാറിയ സർക്കാരിനു വേണ്ടി ഗവർണർ നയപ്രഖ്യാപനം നടത്തരുതെന്ന് ഇറങ്ങിപ്പോക്കിനു മുൻപ് സഭയിൽ VS. നിയമസഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിൽ കൂട്ടുചേർന്ന് KB ഗണേഷ് കുമാറും. വെള്ളം ചേർത്ത കോഴക്കഥ. K. ബാബുവിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി ബാർ കേസിൽ വിജിലൻസ് SP-യുടെ ദ്രുത പരിശോധന റിപ്പോർട്ട്. ബാബുവിന് 50 ലക്ഷം കോഴ നൽകിയെന്ന ബിജു രമേശിന്റെ ആരോപണം പച്ചക്കള്ളമെന്ന് SP R. നിശാന്തിനി. ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളുമായി കൗമുദി എക്സ്ക്ലൂസീവ്. വിജിലൻസ് SP-യുടെ നിഗമനങ്ങൾ ബിജുവിന്റെയും K. ബാബുവിന്റെയും ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിച്ചും സാക്ഷിമൊഴികളുടെ വിശ്വാസ്യത വിലയിരുത്തിയും. പണം നൽകിയെന്ന് പറയുന്ന കാലയളവിൽ ബാർ അസോസിയേഷന്റെ അക്കൌണ്ടിൽ അത്രയും തുക ഉണ്ടായിരുന്നില്ല. ബിജു രമേശ് പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ അക്കൌണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ പിൻവലിച്ചിട്ടില്ലെന്നും കണ്ടെത്തൽ. ബാബുവിന് കോഴ നൽകിയതായി പറയുന്ന ബിജുവിന്റെ മാനേജർക്കും സാക്ഷിയായ വ്യവസായി മുഹമ്മദ് റസീഫിനും പണം കൈമാറിയ സ്ഥലം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കോടതിയിലും വിജിലൻസിനു മുൻപാകെയും ബിജു രമേശിന്റെ മൊഴികളിലെ പൊരുത്തക്കേടും സംശയകരം. കോഴ നൽകിയെന്ന് ബിജു രമേശ് പറയുന്ന കാലയളവിൽ K. ബാബുവിന്റെയോ ബന്ധുക്കളുടെയോ അക്കൌണ്ടുകളിലേക്ക് വലിയ തുക എത്തിയിട്ടില്ല. ബാബുവിനെ പ്രതിയാക്കാനുള്ള വിജിലൻസ് കോടതി വിധി സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ദ്രുതപരിശോധന ഫലം കേസിൽ നിർണായകം. കപ്പലിൽ തന്നെ കള്ളനും പോലീസും. ബാർ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP R. സുകേഷിനുമേൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ച് വിജിലൻസ് ഡയറക്ടർ. ബിജു രമേശും സുകേഷിനുമായി നടത്തിയ ഗൂഢാലോചന സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനും ശുപാർശ. SP സുകേഷിന് ബിജു രമേശുമായുള്ള ബന്ധത്തിന് തെളിവായി ബാർ അസോസിയേഷൻ യോഗത്തിലെ സംഭാഷണങ്ങളുടെ ശബ്ദരേഖ. KM മാണിക്കെതിരായ കേസിൽ തെളിവായി നൽകിയ ശബ്ദരേഖ ബിജുവിന് തന്നെ കെണിയായത് വിജിലൻസ് ഡയറക്ടറുടെ വിശദ പരിശോധനയിൽ. ബാർ കേസിൽ 4 മന്ത്രിമാർക്ക് കൂടി പങ്കുള്ളതായി ആരോപണം ഉന്നയിക്കാൻ SP സുകേശൻ ബിജുവിനെ പ്രേരിപ്പിച്ചതായി ശബ്ദരേഖയിൽ വ്യക്തമെന്ന് N. ശങ്കർ റെഡ്ഡിയുടെ റിപ്പോർട്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സത്യസന്ധതയെക്കുറിച്ച് സംശയിക്കണമെന്നും പരാമർശം. കളമൊരുങ്ങാൻ കാഹളം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് കാഹളമൂതി BJP. ജയസാധ്യത കൂടിയ 10 മണ്ഡലങ്ങളിൽ അംഗമുറപ്പിച്ച് പ്രമുഖ നേതാക്കൾ. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം നേമത്ത് മത്സരിച്ചേക്കും. കൃഷ്ണദാസും K. സുരേന്ദ്രനും മത്സരത്തിന്. മുതിർന്ന നേതാവ് O. രാജഗോപാൽ മത്സര രംഗത്തുണ്ടാകുമോ എന്നതിൽ തീരുമാനം പിന്നീട്. രാജഗോപാൽ മത്സരിക്കുന്നെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിലെന്ന് സൂചന. പ്രാഥമിക ധാരണകൾ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പങ്കെടുത്ത പാർട്ടി കോർ കമ്മിറ്റിയിൽ. BJPക്ക് പിന്നാലെ അംഗത്തിന് കച്ചമുറുക്കി കോൺഗ്രസിലും അണിയറ ചർച്ചകൾ. പ്രമുഖ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ധാരണ 10-ന് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന KPCC നേതൃയോഗത്തിൽ. ചൊവ്വാഴ്ച കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി സുധീറിന്റെ ജനരക്ഷാ യാത്രയുടെ സമാപനത്തിലും പങ്കെടുക്കും. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിനു ശേഷം. നമസ്കാരം.